ഇന്ന് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ടൂളാണ് canva.com. എനിക്ക് പേഴ്സണലി വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണിത് canva.com. നിങ്ങൾ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ജനറലി തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് വന്നു. അത് കണ്ടപ്പോഴാണ് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് വിചാരിച്ചത്. സോ ക്യാൻവ അറിയാത്തവർക്കാണെങ്കിൽ, എസ്പെഷ്യലി ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യാൻവ ഡോക്സ് ആണ്. ബട്ട് ക്യാൻവ ഇൻ ജനറൽ അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒരു ക്വിക്ക് ഇൻട്രൊഡക്ഷൻ തരാം. ക്യാൻവ എന്ന് പറയുന്നത് ഒരു വിഷ്വൽ ക്രിയേഷൻ ടൂളാണെന്ന് പറയാം. നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റേഴ്സ്, ചെറിയ ഇൻട്രൊഡക്ഷൻ, യൂട്യൂബിൻ്റെ ഇൻട്രൊഡക്ഷൻസ്, അല്ലെങ്കിൽ പോസ്റ്റേഴ്സ്, സ്റ്റിക്കേഴ്സ്, ലോഗോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ചോദിക്കാൻ ഫോട്ടോഷോപ്പ് ഇല്ലായിരുന്നു. ഫോട്ടോഷോപ്പൊക്കെ ഉണ്ട്, ബട്ട് അവിടെയൊക്കെ നമ്മളാണെങ്കിൽ ഭയങ്കര എന്താ പറയുന്നത്, സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ആൻഡ് യു നീഡ് ടു ലേൺ എ ലോട്ട് ടു ഡു ദാറ്റ്. ഇവിടെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഈസി ടു യൂസ് ആണ്, ഒരുപാട് റെഫറൻസ് ഉണ്ട്, യു ക്യാൻ ഈസിലി യൂസ്. ഉദാഹരണത്തിന് ഇത് ക്യാൻവയുടെ ഹോം പേജാണ്. ക്രിയേറ്റ് ഡിസൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് ഹാവ് എ യൂട്യൂബ് ബാനർ ഓർ യൂട്യൂബ് തംബ്നെയിൽ or presentation logo. So let's example, we'll click a logo. സോ നമുക്കെന്താ പറയുന്നത്, ഓൾറെഡി സൈസ്, ഇപ്പോൾ നമ്മൾ ലോഗോ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ എടുക്കുകയാണെങ്കിൽ, ഒരു യൂട്യൂബ് ഷോർട്സ് അല്ലെങ്കിൽ ടിക്ടോക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെയൊന്നും സൈസും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. സോ ഇതെന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് സൈസ് എല്ലാം തരുന്നുണ്ട്, പ്രീ ബിൽറ്റ് തരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. യു ക്യാൻ യൂസ് ദ ടെംപ്ലേറ്റ്സ്. ഇനി ടെംപ്ലേറ്റ്സ് വേണ്ടാണെങ്കിൽ എലമെൻറ്റ്സിൽ പോവുക. എലമെൻറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ സീ ലോട്ട് ഓഫ് എലമെൻറ്റ്സ്. Just click and drag it and resize it and use it the way you wanted. ഇത്ര സിമ്പിളാണ്. സോ ഇങ്ങനെയുള്ള ഇമേജ് ക്രിയേഷൻ ആയിരുന്നു ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഐ വാണ്ടഡ് ടു ഇൻട്രൊഡ്യൂസ് യു. ദാറ്റ് ഈസ് കോൾഡ് ക്യാൻവ ഡോക്സ്. സോ ക്യാൻവ ഡോക്സ് നിങ്ങൾ ഈ ലിങ്ക് വഴി നിങ്ങൾക്ക് പോകാം. ഇഫ് യു ക്ലിക്ക് ഓൺ ഡോക്സ്, ഡിസൈൻ എ വിഷ്വൽ ഡോക്സ്, ഇവിടെയാണ് വളരെ ഇൻട്രസ്റ്റിംഗ്. അതായത് നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം, ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യണം, നിങ്ങളുടെ കമ്പനിയുടെ ആവശ്യം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലി ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ഒരു ആവശ്യം വരികയാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഡോക്സ്. ഇവിടെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിൻഡോസ് MS വേർഡിൽ നമുക്ക് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ബട്ട് അതിനേക്കാൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷ്വൽ കണ്ടൻറ്റും. നമുക്ക് MS വേർഡിൽ അറിയാം, ചില സമയത്ത് ഇമേജ് ഒന്ന് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇമേജ്, ചാർട്ട്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അത് മാത്രമല്ല, നമ്മൾ ആ വേർഡ് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഒരു PPT ആയിട്ട്, പ്രസൻറ്റേഷനായിട്ട് കൺവേർട്ട് ചെയ്യാനും വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, എക്സാമ്പിളിലൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇൻ്റർഫേസ് ഇതാണ് ഡോക്സ് എന്ന് പറയുന്നത്. സോ ജനറലി ഒരു ഡോക്സ് വരുമ്പോഴത്തേക്കും ഒരു ഹെഡിങ് വരും. സോ ക്യാൻവ ഡോക്സ്, നമ്മുടെ ഹെഡിങ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഹെഡിങ് വരും. പക്ഷെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ട്. സോ പ്ലസ് സൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ മാജിക് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻവ ഡോക്സ് ആണ്. എനിക്കാണെങ്കിൽ ഒരു ഹെഡിങ് കഴിഞ്ഞിട്ടൊരു ഫോട്ടോ വേണം. ജസ്റ്റ് സെർച്ച് ഫോട്ടോസ്, ഗെറ്റ് ദ ഫോട്ടോസ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻവയുടെ ഫോട്ടോ വേണം, ക്യാൻവ, സെർച്ച് ഫോട്ടോസ്, സോ യു ഗെറ്റ് ക്യാൻവ ലോഗോ. വാട്ട് സി, maybe I'm interested in this one. I can put it straight away here. Maybe ക്യാൻവ ഡോക്സിനേക്കാളും നല്ല ഹെഡിങ് ഇത് തന്നെയാണ്. ഓക്കെ, സോ ലെറ്റ്സ് പുട്ട് ഇറ്റ് ക്യാൻവ. സോ ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സബ് ഹെഡിങ്. സോ നമ്മൾ ആദ്യമേ സബ് ഹെഡിങ് വേണമെന്നില്ല, ഒരു ബോഡി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യമേ എന്താ ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി ഒരു പ്രീ ഫോമാറ്റഡ് ആയിട്ട് തരും. പിന്നെ അതിന് പുറത്ത് നമുക്ക് ഫോമാറ്റ് ചെയ്യുന്നത് ദിസ് ഈസ് എ വീഡിയോ എക്സ്പ്ലെയിനിങ് അബൌട്ട് ദ ക്യാൻവ ഡോക്സ്, ക്യാൻവ ഫീച്ചേഴ്സ്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് അത് ഫോമാറ്റ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഫോമാറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പോയിട്ട് ബോൾഡോ, വാട്ട് എവർ യു വാണ്ടഡ് ടു, ബോൾഡ്, ഇറ്റാലിക്സ്, ഇതൊക്കെ ആക്കാം. ദാറ്റ് ഈസ് ഓക്കെ. ലൈക്ക് നോർമൽ ഡോക്ടർ നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതേമാതിരി തന്നെ ചെയ്യാം. ബട്ട് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ പ്ലസ് പോയിന്റ് തന്നെയാണ്. ഈ പ്ലസിന് എന്തൊക്കെ ആഡ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പം ഇതിനകത്ത് മാജിക് റൈറ്റ് കൂടെയുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയത്തില്ലെങ്കിൽ AI തന്നെ നിങ്ങൾക്ക് റൈറ്റ് ചെയ്യും. പക്ഷേ ഇതിപ്പം പ്രോ വെർഷനാണ്, നിങ്ങൾക്ക് തൽക്കാലം ഇല്ല. പെയ്ഡ് വെർഷനിൽ മാത്രമേ ഉള്ളൂ, ഫ്രീ വെർഷനില്ല. ബട്ട് ഓക്കെ, നമുക്കതിൻ്റെ ആവശ്യമുണ്ടെന്ന് ഇപ്പോൾ ആവശ്യമില്ലായിരിക്കാം. നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുക. നമ്മുടെ കയ്യിൽ ഓൾറെഡി കണ്ടന്റ് ഉണ്ട്. സോ അടുത്തതെന്ന് പറയുന്നത് ഡിസൈനാണ്. ഡിസൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻവ ഡിസൈൻസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അവിടെ ഒരു ചെറിയ വിൻഡോ പോപ്പ് ചെയ്യും, അതിനുള്ളിൽ ഓക്കെ. സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബാനർ ആഡ് ചെയ്യാം. ഓൾറെഡി കുറച്ച് ടെംപ്ലേറ്റ്സ് ഉണ്ട്, അതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഓൾറെഡി ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ക്രിയേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. സോ ഐ ജസ്റ്റ് റാൻഡംലി ഞാനൊന്ന് ആഡ് ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്
അതായത് ഒരു വിഷ്വൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത്. സോ സം ഡിസൈൻസ് നമുക്ക് ആഡ് ചെയ്യാം. അതേപോലെ ജനറലി ഒരു ഡോക്യുമെൻറ്റ്സിൽ എന്താണോ വരുന്നത് അതെല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഹെഡിങ്, സബ് ഹെഡിങ്, ബോഡി, ടേബിൾ. സോ പെട്ടെന്ന് നമുക്ക് ഡേറ്റാസ് ഉണ്ടാക്കാം. ചെക്ക് ലിസ്റ്റ്, ബുള്ളറ്റ് ലിസ്റ്റ്. സോ ടേബിൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ സോ ദറ്റ്സ് ഒരു ടേബിൾ ക്രിയേറ്റ് ആയി. സോ മെർജ് സെൽസ്. സോ ഐ ക്വിക്ലി സം ഡേറ്റ ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനുള്ളിലേക്ക് ആഡ് റോ, ഡിലീറ്റ്. പിന്നെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഈ ചാർട്ടുകൾ ആഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പൈ ചാർട്ട്. ലെറ്റ്സ് ആഡ് സം പൈ ചാർട്ട്. സോ പൈ ചാർട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി ഇവിടെ ഒരു ടേബിൾ ഡേറ്റാസ് വന്നിട്ടുണ്ട്. ഐറ്റം 1 ഒരു സാമ്പിൾ ഡേറ്റ. ദിസ് ഈസ് എ റിയൽ ഡേറ്റ. എൻ്റെ വീഡിയോസ് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്തത് ഓൺലി 5% ഉള്ളൂ. റെസ്റ്റ് 95% അൺസബ്സ്ക്രൈബ്ഡ് ആണ്. സോ if you are interested you can subscribe my channel. So if you ഞാനിപ്പോൾ ഡേറ്റ കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത്, ഇവിടെ പെർസെൻറ്റേജ് കറക്റ്റായിട്ട് വന്നു. സോ ഇത് വളരെ സിമ്പിളായിട്ട് നമ്മളൊരു പൈ ചാർട്ട് ഉണ്ടാക്കി. അത് മാത്രമല്ല, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഡേറ്റ അപ്ലോഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഗൂഗിൾ ഷീറ്റ് അപ്ലോഡ് ചെയ്ത് ഈ ഡേറ്റ കറക്റ്റ് ചെയ്യാം. സോ ഇങ്ങനെ ടേബിൾസ് ഇങ്ങനെ, അതായത് ഒരു ഡോക്യുമെൻറ്റ് കുറച്ച് നല്ല പെർഫെക്റ്റായിട്ട് വിഷ്വലായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ദിസ് ഈസ് വെരി സിമ്പിൾ. ദിസ് ഈസ് എ പോയിന്റ്. സോ നമുക്ക് ഗ്രാഫിക്സ് എല്ലാം ആഡ് ചെയ്യാം. ഇത് നമുക്ക് ഒരു 1 ക്ലിക്കിൽ തന്നെ ഒരു പ്രസൻറ്റേഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. സോ ലെറ്റ്സ് സീ ഹൗ ടു ഡു ദാറ്റ് വൺ. ഇവിടെ ഒരു ബട്ടൺ കാണുന്നില്ല, കൺവേർട്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ബൂം, യുവർ പ്രസൻറ്റേഷൻ ഈസ് ഓൾമോസ്റ്റ് റെഡി. നമുക്ക് വേണമെങ്കിൽ ടെംപ്ലേറ്റ് സ്റ്റൈൽസ് മാറ്റി കൊടുക്കാം. സോ ക്രിയേറ്റ് മൈ പ്രസൻറ്റേഷൻ, ഞാൻ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തു. ക്രിയേറ്റ് മൈ പ്രസൻറ്റേഷൻ ക്ലിക്ക് ചെയ്തു. സീ നോക്ക്, പ്രസൻറ്റേഷനും റെഡി. ആക്ച്വലി അവരെ കണ്ടൻറ് അതിൽ നിന്ന് എടുത്തിട്ട് ഡേറ്റ ഉണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. നമ്മളിനി ഇത് എഡിറ്റ് ചെയ്ത് നമുക്ക് നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കണം. അതുകൂടെ തന്നെ ഞാൻ വിട്ടുപോയി ഒരു കാര്യം കൂടെ, ലിങ്ക് എംബഡ് ചെയ്യാൻ പറ്റും. അതായത് ചാനലിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ലോക്കത്തെ മാജിക് അത് എംബഡ് ചെയ്ത് അത് ഫെച്ച് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ടല്ലേ. സോ ഇതുപോലെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വേർഡിൽ ഉണ്ടാക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇത്രയും വിഷ്വലായിട്ട് കിട്ടാൻ കുറച്ചൊക്കെ ടൈം എടുക്കും. ഇവിടെ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്ത് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കാൻ പറ്റും. സോ വളരെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. നമ്മൾക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഇതുപോലെയുള്ള സിറ്റുവേഷൻസ് വി ക്യാൻ മേക്ക് എ ഗുഡ് ഡോക്യുമെൻറ്റ്സ്. എന്നത്തെയും പോലെ ഒരു വാല്യൂ അഡീഷൻ ഉണ്ടായെന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.